ദൂരദർശനിലെ ഒരു ആങ്കറായിട്ട് അവതാരകയായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ക്യാമറയുടെ മുന്നിലെ ഒരു ജീവിതത്തിൽ നിന്ന് പാമ്പുകളുടെ മുന്നിലെ ജീവിതത്തിലേക്ക് എങ്ങനെ മാറി? വനംവകുപ്പിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനൊരു ലൈസൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെറുതെ തോന്നിയൊരു താല്പര്യമാണ്. രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് എന്താണ് പാമ്പുകളെന്നൊന്നും ഒരു പൊതുവിജ്ഞാനം അതെ പറഞ്ഞു തരും. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പാമ്പിനെ കൊണ്ടിട്ടിട്ട് നമ്മളത് പിടിച്ച് കാണിച്ചു കൊടുക്കണം. അന്നേരം ഈ ആദ്യമായിട്ട് ഈ പാമ്പിനെ പിടിക്കുമ്പോൾ വികാരം എന്തായിരുന്നു? വികാരം ഇല്ലായിരുന്നു, അതായിരുന്നു പ്രശ്നം. ഏത് ഫോറസ്റ്റ് റേഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലാണ്. അവിടെ ഞാൻ RRT എന്ന് പറയും, റാപ്പിഡ് റെസ്പോൺസ് ടീം, ദ്രുതകർമ്മ സേന. പരിശീലനം കഴിഞ്ഞ് ആദ്യമായിട്ട് സ്വയം പോയിട്ട് ഒരു പാമ്പിനെ പിടിച്ച അവസരം എന്തായിരുന്നു? ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി റെസ്ക്യൂ ചെയ്യുന്ന ഒരു പെരുമ്പാമ്പാണ്. ഈ അടുത്ത കാലത്ത് രാജവെമ്പാലയെ പിടിക്കുകയുണ്ടായി. ഈ ഏറ്റവും വീര്യം കൂടിയ എല്ലാവരെയും പിടിച്ചെന്ന് തോന്നുന്നു ഇതിനോടകം അല്ലേ? അതെ അതെ അതെ. മൂർഖനൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു പത്തിയൊക്കെ എടുത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. എനിക്കൊന്നും അത്ര ഭംഗി തോന്നിയിട്ടില്ല. നൂറുകണക്കിന് വിഷപ്പാമ്പുകളെയും വന്യജീവികളെയും റെസ്ക്യൂ ചെയ്ത് വനത്തിൽ സുരക്ഷിതമായി എത്തിച്ച ഒരു വനിതയുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. റോഷ്നി GS എന്ന ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറുടെ കഥ. ഈ അടുത്ത കാലത്ത് രാജവെമ്പാലയെ പിടികൂടി വനത്തിൽ എത്തിച്ച് രക്ഷപ്പെടുത്തി വിടുമ്പോഴാണ് സച്ചിൻ തെണ്ടുൽക്കർ അവരെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തത് X ഹാൻഡിലിൽ. റോഷ്നി GS അവരുടെ കഥ തുടരുകയാണ്. സ്വാഗതം. ഈ വനംവകുപ്പിൽ ജോയിൻ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണല്ലോ. അതിനു ശേഷമാണല്ലോ ഈ പാമ്പ് പിടുത്തം ഒരു ഹോബിയായിട്ട് എടുക്കുന്നത്. ഇതിനായിട്ടൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ ഉള്ളൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? സ്വാഭാവികമായിട്ടും അത് പോസിറ്റീവ് ആകാൻ സാധ്യതയില്ല ആദ്യം. ഇല്ല, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, എൻ്റെ അമ്മയ്ക്കായിരുന്നു കുഴപ്പം. അമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഞാൻ ആദ്യം ഒരു തവണ വൈറലായിരുന്നു. അത് വൈറലായത് അതെ അതെ അതെ. അന്ന് ശരിക്കും ഞാൻ പറഞ്ഞുതരാം, കോട്ടയത്ത് വെച്ചിട്ട് വാവാ സുരേഷിനെ പാമ്പ് കടിച്ച് ലാസ്റ്റ് ടൈം ഭയങ്കര സീരിയസ് ആയിട്ട് കിടന്ന സമയത്ത് വെള്ളനാട് പുനലാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു മൂർഖൻ പാമ്പിനെ ശാസ്ത്രീയമായി റെസ്ക്യൂ ചെയ്തു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ശരിക്കും വരുന്നത്. അപ്പോൾ അമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നോട് കുറേ നാൾ മിണ്ടുമൊന്നുമില്ലായിരുന്നു, കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ആര് പറഞ്ഞാലും കേൾക്കൂല. പിള്ളേർക്ക് പേടിയുണ്ടായിരുന്നില്ലേ? പേടിയൊന്നുമില്ല. കുഞ്ഞായിരുന്നു നേരത്തെയൊക്കെ ഒന്നും പറയാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ 17 വയസ്സ് 14 വയസ്സായി. ഇപ്പം രാത്രി എണീറ്റ് പോകുമ്പോഴത്തേക്ക് വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. വലുതായി വരുമല്ലേ. മുമ്പൊന്നും പറയില്ലായിരുന്നു. ഞാൻ എന്നാലും കേൾക്കാറില്ല. ഇപ്പോൾ ഒരു പാമ്പ് വീട്ടിലിരിക്കുമ്പോഴാണ് ഒരാൾ വിളിക്കുന്നത്. അപ്പം ഈ പാമ്പ് നേരത്തെ പറഞ്ഞല്ലോ 99% പേർക്കും പാമ്പിനെ പേടിയാണ്. അവരാ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് പേടിയില്ല എന്നല്ല. അപ്പൊ അവർക്കത് പേടിച്ചിട്ടാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചാണ് അവരെന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റൂല എന്ന് പറയാൻ എനിക്കൊരിക്കലും പറ്റൂല. അപ്പോൾ ഞാൻ വിചാരിക്കും, മീൻസ് അവരുടെ സമാധാനം അല്ലെങ്കിൽ അവരുടെ ജീവനം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് പോവുക എന്നുള്ളതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എനിക്കത് പറ്റൂല എന്ന് പറയാൻ തോന്നാറില്ല, അത് രാത്രിയായാലും പകലായാലും. അപ്പം മാക്സിമം എന്നെ കൊണ്ട് എത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകും. ഇങ്ങനെ ഈ പിടിക്കുന്ന പാമ്പിനെ നിങ്ങൾ പിന്നെ എവിടെയാണ് കൊണ്ടുപോയി വിടുന്നത്? നമ്മൾ കിട്ടുന്നതെല്ലാം അടുത്ത് ഉൾവനത്തിൽ കൊണ്ട് റിലീസ് ചെയ്യും. അതെ അതെ അതെ. എല്ലാ പാമ്പുകളെയും വനത്തിനുള്ളിൽ, മീൻസ് അടുത്തൊന്നും അല്ല, നമുക്കുള്ള വനത്തിൽ ഉള്ളിലേക്ക് കൊണ്ട് റിലീസ് ചെയ്യും. അതിൽ ഭയങ്കര മഴയൊക്കെ വരുമ്പോൾ പെരുമ്പാമ്പൊക്കെ സാധ്യത കൂടുതലാണ്. ഈ വനത്തിനുള്ളിൽ ഈ പെരുമ്പാമ്പിന് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോഴാണ് കൂടുതൽ ഈ പുറത്തേക്ക് വരുന്നത്, അതോ വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നതാണോ? സത്യത്തിൽ അതിൽ പറഞ്ഞാൽ നമ്മൾ വനത്തിൽ ഒത്തിരി സഞ്ചരിക്കുന്ന ആളാണ്, സാറിന് അറിയാലോ. വനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വനത്തിലൊക്കെ അടിക്കാട് കുറവാണ്, വലിയ വലിയ മരങ്ങളാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാലും നമ്മൾ അടുത്ത് നിൽക്കുന്ന ദൂരത്ത് ഒരു 1 കിലോമീറ്റർ അപ്പുറത്തേക്കുന്ന ആൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. കാരണം അത്ര വലിയ അടിക്കാട് ഉണ്ടായിട്ടില്ല, വലിയ മരങ്ങളൊക്കെയാണ് കൂടുതൽ. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്ത് അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൻപുറത്തുള്ള അതെ ഭയങ്കരമായിട്ടാണ്. കാരണം വസ്തുക്കളെല്ലാം കാട് കയറി കിടന്ന് ആൾക്കാരെല്ലാം എന്തുവാണ് പുറത്തൊക്കെ ആയിരിക്കും. അതെ, പുറത്ത് അമേരിക്കയിലും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വസ്തുക്കളെല്ലാം ഇവിടെ കിടന്നിട്ട് നിലമെല്ലാം നികത്തി ചതുപ്പ് പോലെ കിടന്ന് കാട് കയറി കിടന്ന് ഭയങ്കരമായിട്ടുള്ള കാടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പാമ്പിന് ആവശ്യം ഇച്ചിരി ഫുഡും വേണം, കിടക്കാൻ ഒരു സ്ഥലവും വേണം. ഇത് രണ്ടും നാട്ടിൻപുറത്ത് വളരെ ഭംഗിയായിട്ടുണ്ട്.
അപ്പോൾ ഈ അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ എന്തുവാണ് കാട്ടിക്കിടക്കുന്ന കാട്ടുപന്നി ഉൾപ്പെടെ നാട്ടുമ്പുറത്താണ് ഏറ്റവും കൂടുതൽ. പാമ്പും പന്നിയും പ്രേയും പ്രഡേറ്ററുമാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. പെരുമ്പാമ്പ് പന്നിയും പിടിക്കും, പന്നി പാമ്പിനെയും പിടിക്കും. അതെ. അപ്പോൾ ഇവർ രണ്ടുപേരും നാട്ടിൻപുറത്തുണ്ട്. അപ്പോൾ അതും ഈസിയാണ്. പിന്നെ പെരുമ്പാമ്പിന് വല്ലപ്പോഴും മതി, എപ്പോഴൊന്നും വേണ്ട, എല്ലാ ദിവസവും. അത് കഴിക്കുന്ന ഫുഡിന്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു പട്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു മാസം 1.5-2 മാസം വരെയൊന്നും പിന്നെ അതിന് ഫുഡ് വേണ്ടി വരില്ല. റെസ്റ്റിംഗ് ആണ്. അതെ, എവിടെയെങ്കിലും പതുങ്ങി കിടക്കുകയുള്ളൂ. വേറെ ഒരു നമുക്ക് ഉള്ളത് ഇന്ത്യൻ റോക്ക് പൈത്തണാണ്, നമ്മുടെ പൈത്തൺ എന്ന് പറയുന്നത്. അത് അങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന പൈത്തണല്ല. അത് വേറെ ഉപദ്രവമൊന്നും ഉണ്ടാക്കില്ല. ഒരു കോഴിയോ ഒരു പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും പിടിക്കും. അതെ, ഉറപ്പായിട്ടും വീഴും. നമ്മുടെ ആട്, ചെറിയ ആട്ടിന്റെ അതൊക്കെ പിടിക്കും. അല്ലാതെ മനുഷ്യരെ ഉപദ്രവിച്ച് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, നമ്മള് കേരളത്തിൽ ഇതുവരെ അങ്ങനെ പാമ്പ് മനുഷ്യനെ ഉപദ്രവിച്ചു എന്ന് വന്നിട്ടില്ല, പെരുമ്പാമ്പ്. പിന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ വിഴുങ്ങാം. പട്ടിയെ വിഴുങ്ങുന്നതിന് ഒരു 6 മാസമായ കുഞ്ഞിനെ വേണമെങ്കിൽ വിഴുങ്ങാം. പക്ഷെ ഇന്നുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ അത് നമ്മളെ ചുറ്റും എന്നുള്ളതല്ലാതെ അതിൻ്റെ അടുത്തുകൂടി പോയി എന്ന് വെച്ചിട്ട് അത് ഓടി വന്ന് ചുറ്റുവന്നു അങ്ങനെ പറയാറുണ്ട് ആൾക്കാർ. പിള്ളേർ നടന്നു പോകുന്ന വഴിയാണ്, അവിടെയാണ് പാമ്പ് കിടന്നത്, അപ്പോൾ കൊച്ചു പിള്ളേർ പോകുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും പെരുമ്പാമ്പൊന്നും ചെയ്യാറില്ല. ഈ സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ആയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്തവർക്കും ലൈസൻസ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, പുറത്തുള്ള ഒത്തിരി പേർക്ക് കൊടുക്കുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ഈ എന്തുവാണ് കുറച്ച് മാനദണ്ഡം വെച്ചിട്ടുണ്ട്. കേസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, വനം കേസ്, പോലീസ് കേസ്, അങ്ങനെയുള്ള അതൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് അപേക്ഷ കൊടുക്കാം. എനിക്ക് ഇങ്ങനെ റെസ്ക്യൂവിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഇവരെ വിളിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് റെസ്ക്യൂ ചെയ്യാം അവർക്ക്. അതെ അതെ, അവരും പിന്നെ ഈ പാമ്പിനെ പിടിച്ച് എവിടെ അവർ നമ്മളെ ഏൽപ്പിക്കണം. ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമുണ്ട്. കൺട്രോൾ റൂമിൽ നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. ഈ എടുക്കുന്ന പാമ്പിനെ അവിടെ നമ്മുടെ പേര്, അഡ്രസ്സ് എല്ലാം എഴുതി കൊടുത്തിട്ട് അവിടെ കീപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആറാത്തിയാണ് പോയിട്ട് പാമ്പുകളെല്ലാം എടുത്തിട്ട് വനത്തിനുള്ളിൽ കൊണ്ട് റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഈ വീടുകളിൽ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ അതിനു മുമ്പ് ഈ പാമ്പ് അപകടം ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അതായത് ആളുകളെ കടിക്കുകയൊക്കെ ചെയ്ത സ്ഥലത്തുനിന്ന് പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ? അതെ, അങ്ങനെ കാട്ടാക്കട ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ടായിരുന്നു. നമ്മളെങ്ങനെയാ വിവരം അറിയുന്നത്? അതിങ്ങനെ കൊച്ചിങ്ങനെ പഠിച്ചോണ്ടിരുന്നപ്പോൾ വീട്ടില് ഈ വീട് പണിക്കും കൊണ്ട് തടി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീടിനകത്ത്, ഈ ഡോറൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ കുട്ടി എന്തോ കടിച്ചു, ഇതുപോലെ മേശയുടെ അടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ കടിച്ചു. അപ്പോൾ എലിയായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. ആ കുഞ്ഞിനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പിന്നീട് അതിനെന്തോ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ കുട്ടി മരിച്ചുപോയി. അങ്ങനെയാണ് പോലീസിൽ വിവരം അറിയിച്ച്, അങ്ങനെ പോലീസ് ഞങ്ങളെ വിവരം അറിയിച്ച് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോൾ ഒരു മൂർഖൻ പാമ്പായിരുന്നു. അത് ആ വീടിനകത്തുണ്ടായിരുന്നു. അതെ, ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമായിരുന്നു. കാരണം അപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ആന്റിവെനം കൊടുത്തിരുന്നെങ്കിൽ കുട്ടി രക്ഷപ്പെടുവായിരുന്നു. ഈ ആന്റിവെനം കൊടുക്കുമ്പോൾ ഇത് ഏത് പാമ്പാ കടിച്ചതെന്ന് അറിയേണ്ടത് നിർബന്ധമാണോ? ഇല്ല, അതിലൊരു ഇതെന്ന് പറയുന്നത് കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആന്റിവെനം ഇല്ല. ഒരു 15 മിനിറ്റ്സിന് ഉള്ളിൽ ആള് മരിച്ചു പോകും, ഉറപ്പായിട്ടും മരിക്കും. നമുക്ക് ഇന്ത്യയിൽ ആന്റിവെനം ഇല്ല, തായ്ലൻഡിലുണ്ട്. സാറ് പോയിട്ടുള്ള അങ്ങനെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞില്ല. തായ്ലൻഡിലുണ്ട്, ഇന്ത്യയിലില്ല ആന്റിവെനം. കാരണം എന്തുവാണ്, കിങ്ങിന്റെ ബൈറ്റ് കുറവാ, അതുകൊണ്ടായിരിക്കും അത് ഉണ്ടാക്കണം എന്നുള്ളൊരിത് വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലില്ല ആന്റിവെനം. ബാക്കി 3 പേരുണ്ട്. ഇവർ 3 പേര് കടിച്ചാലും ശരിക്കും പോളിവെനമാണ്. ഇവർക്ക് 3 പേർക്കും ഒരു സാധനം തന്നെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആന്റിവെനം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നമുക്കിപ്പോൾ ചിലപ്പോൾ വെനമസ് അല്ലാത്തതായിരിക്കും കടിക്കുന്നത്, അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അവർ ഒബ്സർവേഷനിൽ വെച്ച് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ടൈം നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ആന്റിവെനം കൊടുക്കുന്നത്. അതായത് വിഷം ഉള്ളതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പാമ്പിനെ കൊണ്ടുപോകുന്നത്. അതെ, ഒരു ആവശ്യവും ഇല്ല ശരിക്കും കൊണ്ടുപോകേണ്ട. അതെ, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർക്കറിയാം, അവരത് നോക്കിയിട്ടാണ് ആന്റിവെനം കൊടുക്കുന്നത്. ഈ വെനം എന്ന് പറയുന്നത് എന്തുവാണ്? വെനം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അത് നമ്മളിപ്പോൾ റോ ആയിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും അതെ മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലായിട്ട് ആള് മരിച്ചു പോകും.
പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വെനം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് നമ്മൾ വിഷം എന്ന് പറയാതെ ശരിക്കും വെനം എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ആൾക്കാരാണ് പാമ്പിൻ്റെ വിഷം എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു വിഷമാക്കി മാറ്റിയത്. അപ്പോൾ ആൻറ്റിവെനം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ആൻറ്റിവെനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആര് കടിച്ചാലും ആൻറ്റിവെനം നമ്മൾ എത്ര വേഗം ചെയ്യാൻ പറ്റും. ഈ 3 പാമ്പിനും ഒരേ സാധനമാണ് കൊടുക്കുന്നത്. അതെ അതെ അതെ. ചിലയിടത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു പാമ്പിനെയൊക്കെ പ്രതീക്ഷിച്ച് ചെല്ലുമ്പം പാമ്പുകളുടെ ഒരു കൂട്ടത്തെ തന്നെ പിടിച്ച അവസരങ്ങളുണ്ടായിട്ടില്ലേ? ഞാനും പാമ്പും കുഞ്ഞുങ്ങളുമായിട്ട് അധികം പിടിച്ചിട്ടില്ല. മേറ്റ്സ് പിടിച്ചിട്ടുണ്ട്, ആണും പെണ്ണും അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് മൂർഖനായിരുന്നു. അത് അവർ കണ്ടു എന്ന് പറഞ്ഞു. നമുക്ക് സീസണുണ്ട്, മേറ്റിംഗ് സീസണുണ്ട്, മുട്ടയിടുന്ന സമയമുണ്ട്, കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയമുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയമാണ്. അതെ, ജൂൺ ആ സമയം കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയമാണ്. ഒക്ടോബർ ഡിസംബർ ആ സമയമാണ് മേറ്റിംഗ് സീസൺ. അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി അതൊക്കെ കഴിയുമ്പോൾ, ഫെബ്രുവരി കഴിയുമ്പോൾ മുട്ടയിടും. ഒരു 55 ദിവസമൊക്കെയാണ് മുട്ട വിരിയുന്ന സമയം. അത് കഴിയുമ്പോഴത്തേക്ക് ജൂണൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ഈ മേറ്റിംഗ് സീസണിൽ ഭയങ്കര ശല്യമാണ്. കാരണം ഇവരെല്ലാ ആൾക്കാരും പുറത്തിറങ്ങുന്ന സമയമാണ്. മാളങ്ങളിലൊക്കെ ഇരിക്കുന്നവരെല്ലാം ഈ ഫിറമോണ് അത് ചെയ്തിട്ട്, അതെ, ഫിറമോണ് പുറപ്പെടുവിച്ചിട്ടാണ് അങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ശല്യമായിരിക്കും. ഏത് സമയത്തായിരിക്കും ഇവരുടെ ഏറ്റവും കൂടുതൽ ശല്യം? ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു സമയത്താണ്. എല്ലാത്തരം പാമ്പുകളും ആ സമയത്തായിരിക്കും. അതെ അതെ, എല്ലാവരുടെയും. അതിൽ ആദ്യം അണലിയുടേതാണ്. ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ അണലിയാണ് കൂടുതലും ആദ്യം മേറ്റിംഗ് സീസൺ. അതായത് ഇവൻ ഈ പൊത്തുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ നാട്ടിൽ വിസിബിൾ ആവും. അതെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് എല്ലാവരുടെയും വീടിന് ചുറ്റും പാമ്പുണ്ട്. നമ്മൾ പക്ഷെ കാണുന്നില്ല. മീൻസ് നമ്മൾ ചിലപ്പോൾ ഒരു വീട്ടിൽ ചെന്നൊരു പാമ്പിനെ പിടിക്കുമ്പോൾ അത് കുഞ്ഞല്ല, എങ്ങനെ പോയാലും ഒരു 5, 6, 7 വയസ്സൊക്കെ പ്രായമുള്ള പാമ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ആ പാമ്പ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പാമ്പുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുന്നിൽ വന്ന് പെടാൻ താല്പര്യപ്പെടുന്നില്ല. അത് അങ്ങനെ വരാറില്ല. സന്ധ്യ കഴിയുമ്പോഴാണ് ഇവർ ഇര പിടിക്കാനായിട്ട് കൂടുതൽ ഇറങ്ങുന്നത്. പിന്നെ പകൽ സമയത്ത് ഇതുപോലെ ചിലപ്പോൾ വിശന്നിരിക്കുമ്പോൾ ഒരു എലിയെ കാണുമ്പോൾ പുറത്തിറങ്ങി ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് പെടുന്നത്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ തന്നെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ മേറ്റിംഗ് സീസൺ ആകുമ്പോൾ ഇവർ പുറത്തോട്ട് ഇറങ്ങും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ശല്യം ഉണ്ടാവുന്നത്. അങ്ങനെ പോയി ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോഴില്ലായിരുന്നു, കിട്ടിയില്ല, ആൾ പോയായിരുന്നു. പിന്നീട് ഞാൻ വീട്ടിൽ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു, വീണ്ടും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതേ ഇതിൽ വീണ്ടും പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു റിസ്ക്കാണ്. കാരണം നമ്മൾ ഒരെണ്ണത്തിനെ എടുത്ത് ബാഗിലാക്കി അത് ചെയ്തിട്ട് വേണം അടുത്തതിനെ എടുക്കാൻ. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഒന്നിനെ എടുക്കുമ്പോൾ മറ്റത് എഴിഞ്ഞു പോവാം. അപ്പോൾ പിന്നെ അടുത്ത അഭിപ്രായം വരും ആൾക്കാരുടെ, അത് ഒന്ന് പോയി എന്നുള്ള. അപ്പോൾ അതൊക്കെ ഒരു ടാസ്ക്കാണ് ശരിക്കും. പക്ഷെ അന്ന് ഞാൻ 2നെ ചെയ്തു. ആദ്യ ഒരെണ്ണത്തിന് എടുത്തു. ഈ ഒന്നിനെ പിടിക്കും മറ്റേത് ഉപദ്രവിക്കാനൊക്കെ വരുമോ? പറയാൻ പറ്റൂല നമുക്ക്. ചിലപ്പോൾ വേണമെങ്കിൽ, കാരണം ഈ ഒന്നാമത് മീറ്റിംഗ് ഒക്കെ ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഭയങ്കര ദേഷ്യമാണ്. മുട്ടയിട്ടിരിക്കുമ്പോഴും മീറ്റിംഗ് സമയത്തൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ചിലപ്പോൾ തൊടാൻ പോലും സമ്മതിക്കൂല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ എടുക്കുമ്പോൾ അത്രയും സൂക്ഷിക്കേണ്ടി വരും. ഈ പിടിച്ച പാമ്പിനെ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ചിലപ്പം പിറ്റേ ദിവസത്തെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനെ തുറന്നു വിടാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുമല്ലോ. അതുപോലെ ഇത് കൊണ്ടുപോവുകയൊക്കെ വേണം. അപ്പോൾ ഈ തുണിസഞ്ചിക്കകത്ത് ഇതിനെ കൊണ്ടുപോകുന്നത് അപകടമല്ലേ? ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ഉപദ്രവം ഉണ്ടാവില്ലേ ഇതിൻ്റെ? അതിൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞ് എൻ്റെ വീട്ടിലറിയും. ഞാൻ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവമാണ് ശരിക്കും. ഒരു ക്രേറ്റ്, കോമൺ ക്രേറ്റ് എന്ന് പറയുന്നത്, വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നൊരു ഏറ്റവും വെനമസ് ആയിട്ടുള്ള പാമ്പാണ്. മരണം കൂടുതലും ക്രേറ്റിൻ്റെ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം സാറിന് കണ്ടിട്ടുണ്ടായിരിക്കും, ബ്ലാക്ക് കളറിൽ ലൈൻസ് ഉള്ളതാണ് കോമൺ ക്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ 8 അടി വീരുന്നെന്ന് പറയുന്നത് 7 അടി നടന്നാൽ 8ാമത്തെ അടി വെക്കൂല എന്നാണ് പറയുന്നത് പുള്ളി കടിച്ചു കഴിഞ്ഞാൽ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്രേറ്റിൻ്റെ പല്ല് വളരെ കുഞ്ഞു പല്ലാണ്, ഏറ്റവും ചെറിയ പല്ലുള്ള പാമ്പാണ് ക്രേറ്റ്. അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയൂല. എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാവില്ല. കുഞ്ഞു പല്ലായതുകൊണ്ട് നമുക്ക് വേദന ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ പാടും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ചെറിയ പാടായിരിക്കും. അതെ, അത്രേ കാണുള്ളൂ. നമുക്ക് ഒരു മുള്ള് വലിക്കുന്ന ഒരു ഇതുപോലെ എനിക്ക് തോന്നുള്ളൂ. പിന്നെ അവിടെ ഒരു കളർ ചേഞ്ചോ നീര് വയ്ക്കലോ അങ്ങനെ ഒന്നും ഉണ്ടാകും. നമുക്ക് വേറെ ബോഡിക്ക് വേറെ മാറ്റമൊന്നും വരില്ല. ആൾ മരിച്ചു പോയതിന് ശേഷം അറിയുള്ളൂ. ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ മരണകാരണം നോക്കുമ്പോഴായിരിക്കും ഇതുപോലെയൊക്കെ ഈ ബൈറ്റ് മാർക്കൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമൺ ക്രേറ്റിനെ ഞാൻ ഒരു ദിവസം രാത്രി ഇതുപോലെ പോയി റെസ്ക്യൂ ചെയ്തായിരുന്നു.
അപ്പോൾ റെസ്ക്യൂ ചെയ്തിട്ട് ബാഗിലാക്കി കാറിൻ്റെ ഡിക്കിയിലിട്ടിരുന്നു. അപ്പോൾ എന്നിട്ട് രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ എന്തുവാണ് ഹസ്ബൻഡ് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി കാർ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ വന്നു. ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ രാത്രിയാണ് പോയത്. പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് ഓഫീസിൽ പോയിട്ട് ഈ പാമ്പിനെ എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ പാമ്പ് അതിനകത്തില്ല, ബാഗിനകത്ത് പാമ്പില്ല. പക്ഷെ പാമ്പ് എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ എന്ത് ചെയ്തു എന്നും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ഓഫീസിലെല്ലാവരും കൂടി തന്നെ കാറിനകത്തെല്ലാം നോക്കി. അപ്പം എൻ്റെ കാറൊന്ന് വാങ്ങിയിട്ട് 1 വർഷവും കണ്ടായിട്ടേ ഉള്ളൂ. അത് കിയയുടെ കാറായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏത് വഴിയൊക്കെ ഇതിന് പോവാമെന്നോ ഇതിന് പുറത്തിറങ്ങാൻ പറ്റുമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. കാറിൻ്റെ ഒരു ശരിക്കും ഫീച്ചർ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ അത്യാവശ്യമൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ ഓഫീസിലെ സ്റ്റാഫ് നമ്മളെല്ലാവരും കൂടി കാറൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മറ്റേ ലിഫ്റ്റപ്പ് ചെയ്തിട്ട് ഈ കാരവും സോപ്പ് വെള്ളം എല്ലാം കൂടി വെച്ചിട്ട് കംപ്ലീറ്റ് അടിച്ചായിരുന്നു. എല്ലാ ഹോളിൽ കൂടെയും അടിച്ചു. എന്നിട്ടും കാണുന്നില്ല, വരുന്നില്ല. പിന്നെ ഒരു സമാധാനമില്ല. കാരണം ഇതാണ് പ്രശ്നം. കോബ്രയാണെങ്കിൽ നമുക്ക് ആ പേടി വരില്ല. കാരണം അതിനകത്തുണ്ടെങ്കിൽ അതൊരു സൗണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ എണീറ്റ് നിൽക്കും, അതെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതായതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. എന്നിട്ടും ധൈര്യം സംഭരിച്ച് ഞാൻ തന്നെ വണ്ടി ഓടിച്ചു. ഞാൻ തന്നെ അതിനകത്ത് കയറിയിരുന്നു. ഓഫീസിൽ നിന്ന് 2 സ്റ്റാഫും ഉണ്ടായിരുന്നു, റേഞ്ച് ഓഫീസറും ഉണ്ടായിരുന്നു. നേരെ അന്ന് ചാക്കയിലാണ് കിയയുടെ ഷോറൂം. എനിക്ക് അവിടെ നിന്ന് ഏകദേശം 30-35 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അതെ, കയറി. അത് അങ്ങനെ തന്നെയാണ് പോയത്. ശരിക്കും അങ്ങനെയാണ് പോയത്. കാരണം ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പോലും പറ്റൂലല്ലോ. അങ്ങനെ അവിടെ പോയി, അവിടെ ചെന്ന് ആൾക്കാർ നമ്മൾ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അവർ കാറ് പാർട്സ് ഓരോ ഭാഗമായിട്ട് ഏറ്റവും ബാക്കിൽ നിന്ന് അഴിച്ചു തുടങ്ങി. അഴിച്ച് വന്നപ്പോൾ ബാക്കിലെ റൈറ്റിലെ ഡോറ് എൻ്റെ അടിയിൽ നമ്മൾ ഈ കയറുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് വെച്ചിട്ടുണ്ട്. ആ പീസ് ഇളകിയപ്പോൾ അതിനകത്തിരുന്നു. ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു അത് പക്ഷെ ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം എനിക്കതിൽ ഭയങ്കര ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ രാവിലെ പിള്ളേരെയും കൊണ്ടൊക്കെ കയറി പോയതാണ്. അതായിരുന്നു അപ്പോഴേ ഇത് ഇതിനകത്തുണ്ടായിരുന്നു. അതെ, ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ അങ്ങനെ ബാഗിൽ നമുക്ക് ബാഗിനകത്തുനിന്ന് മൂർഖനോ അല്ലെങ്കിൽ പൈത്തണോ ഒക്കെ ഇറങ്ങാറുണ്ട് അങ്ങനെ കടിച്ചെറുത്. പക്ഷെ ക്രൈറ്റ് അങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ DFOയോടും പോയി സംസാരിച്ചു. റേഞ്ച് ഓഫീസർ തന്നെ പോയി പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ടുള്ള ബാഗ് വേണം എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ബാഗൊക്കെ തരുന്നുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരിതില്ല. ഒരു കുഞ്ഞു ഹോളായിരുന്നു, അതുവഴിയാണ് ഇറങ്ങുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ അധികം അങ്ങനെ കൊണ്ടുവരാറില്ല. രാത്രി ആയാലും ഞാൻ നേരെ അങ്ങ് ഓഫീസിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഒരു പ്ലാസ്റ്റിക് എയർ പോകുന്ന ഒരു പ്ലാസ്റ്റിക് ഡപ്പ വലിയ ബാസ്ക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിലാണ് ഇടുന്നത്. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി കിട്ടണം എന്നില്ല പാമ്പിനെ എടുക്കാൻ പോകും. നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഒരു വലിയൊരു ബക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗോട് കൂടിയ ബക്കറ്റിനകത്ത് ഇട്ട് അടച്ചു വെച്ചാൽ ഇതിന്ന് ഇറങ്ങിയാലും ബക്കറ്റിനുള്ളിൽ കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പാമ്പ് കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഒരു വോളണ്ടിയറിന് ബൈറ്റുണ്ടായി മരിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഒരു 6-7 മാസം മുന്നേ പുള്ളി റെസ്ക്യൂ ചെയ്ത കുറച്ച് പാമ്പിനെ കൊണ്ടുവന്നു ഓഫീസിൽ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മൾ റിലീസിന് കൊണ്ടുപോയപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടി ബാഗ് തുറന്നപ്പോൾ ഇത് പുള്ളിയുടെ കയ്യിൽ ബൈറ്റ് ചെയ്തു. അപ്പോൾ കോബ്രയായിരുന്നു. അത് നമ്മൾ ഈ പിടിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും റിലീസ് ചെയ്യുമ്പോൾ. കാരണം ബാഗിനകത്ത് അത്രയും ദേഷ്യത്തിൽ കിടക്കുവാണ് ഈ സാധനം. അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് ഇതിന് ആ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബൈറ്റ് കൈയുടെ ഇവിടെ ഉണ്ടായി. നമ്മൾ ഉള്ളിലല്ലേ റിലീസിന് പോകുന്നത്. അപ്പോൾ അപ്പോഴും പുള്ളി പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും നമ്മളപ്പോൾ തന്നെ വണ്ടിയിൽ കയറ്റി വളരെ ഫാസ്റ്റായിട്ട് അവിടെ നിന്ന് വന്നു. ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി.
പക്ഷേ അപ്പോഴത്തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് ഡോസ് കൊടുത്തു ആൻറ്റിവെനം. അപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു 3 ദിവസം ICUയിൽ കിടന്നു. അയാൾ മരിച്ചുപോയി. ഈ പാമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ഏത് ശരീരഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്? ബ്രെയിനാണോ അതോ അല്ല, ഓരോ പാമ്പിനും ഓരോന്നാണ്. ഇപ്പോൾ അണലിയാണെങ്കിൽ രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്നു, നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുണ്ട്. അങ്ങനെ ഓരോ പാർട്ടിലും ബാധിക്കുന്നത്, ഓരോന്നിന്റെ വെനം ഓരോ ഭാഗത്തെ. മൂർഖനാണെങ്കിലോ നാഡീവ്യവസ്ഥയെ ബാധിക്കും. നമ്മൾ പിടിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ പാമ്പിനെ പിടിച്ചോണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ധീരന്മാരാ നാട്ടുകാരിലും ഉണ്ട്. അത് നാട്ടിലെ പാമ്പുകളാണ് കൂടുതലും അത് ചെയ്യുന്നത്. സുബോധത്തോടെ അല്ല, അതെ, ഒരു അരബോധത്തിൽ ചെയ്യുന്നതാണ്. അത് ഒരു തവണ ഇതുപോലെ എനിക്ക് ദൂരദർശനിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. അപ്പോൾ വെള്ളനാട് ഭാഗത്ത് ഇവർ തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെരുമ്പാമ്പ് ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ചെറുതാണ് പെരുമ്പാമ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഈ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് പോകുന്ന വഴിക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട്. ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുമ്പോഴും ദൂരദർശനിൽ പാർട്ട് ടൈം ആയിട്ട് പോകുന്നുണ്ട്. പോകുന്നുണ്ട്. എനിക്ക് ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. നമുക്ക് കലാപരമായി നമ്മുടെ KSRൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഗവൺമെന്റ് ഓർഡർ വാങ്ങിയിട്ടുണ്ട്. കാരണം അതെൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് ഞാനത് വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ തന്നെ ഒരു വോളണ്ടിയറെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് പോയി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പിടിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്ന് ചാക്ക് തുറന്ന് നോക്കിയപ്പോൾ ഒരു നല്ല എന്താണ് മുറ്റണലിയായിരുന്നു. അതെ, ഇല്ല, അറിഞ്ഞൂടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു എന്ത് ഭാഗ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം പുള്ളി ഈസി ആയിട്ട് കയ്യിൽ തൂക്കിയാണ് എടുത്തത്. നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ജനിക്കാനും മരിക്കാനും ഒക്കെ ഒരു സമയം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അത് കേട്ട് ഇത് അണലിയാണെന്ന് അറിഞ്ഞപ്പോ ആൾക്ക് പിന്നെ എന്താണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇതും മാറി, കിക്കെല്ലാം പോയി. പിന്നെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബൈറ്റ് ഉണ്ടാവുമായിരുന്നു. അണലിയൊന്നും അങ്ങനെ നമുക്ക് ഒരിക്കലും കൈകൊണ്ട് എടുക്കാൻ പറ്റൂല. പക്ഷെ അയാളുടെ ഭാഗ്യമാണ്, ഒന്നും ചെയ്തില്ല. അങ്ങനെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുത്ത് കടി കിട്ടിയവരും ഉണ്ട്. വേറെ ജില്ല പത്തനംതിട്ടയും കൊണ്ട് അങ്ങനെ എടുത്ത് കടി കിട്ടിയ ആൾക്കാരുണ്ട്. പെരുമ്പാമ്പും അണലി നല്ല സൈസ് വയ്ക്കും. ഇച്ചിരി അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല. ചിലപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട് ആൾക്കാർക്ക്. പിന്നെ ഇവരോട് പറയാറുണ്ട് നമ്മൾ ദയവ് ചെയ്ത് പിടിക്കരുത് എന്ന് പറയാറുണ്ട്. പിന്നെ ഈ ചിലപ്പോൾ ഈ ആവേശത്തിന്റെ പുറത്തൊക്കെ അതെ 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 ആ ഒരു ആവേശത്തിൽ ചെയ്യുന്നതാണ്. കാരണം ആൾക്കാർ കൂടുമ്പോൾ ഉള്ള ആ ഒരു ഷോയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എത്ര പാമ്പിനെ പിടിച്ചിട്ടുണ്ടാവും ഇതിനോടകം? ഞാനൊരു 1000-അടുപ്പിച്ച് പാമ്പുകൾ, 800-ലധികം പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ വിളിയും ഇങ്ങനെ വരുമ്പോൾ ഒരു ആവേശമാണോ, ഒരു എക്സൈറ്റ്മെന്റ് ആണോ വരുന്നത്, അതോ ഇതൊരു ജോലിയാണ് ഇനി വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ടോ? ഇല്ല, എനിക്ക് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ്. കാരണം പാമ്പിനെ എല്ലാം ഒരു രീതിയിലല്ല നമുക്ക് കിട്ടുന്നത്. കിണറിനകത്തുനിന്ന് ഇഷ്ടംപോലെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഈ കിണറിനകത്ത് എങ്ങനെ ഇറങ്ങുമോ? ഇല്ല, അതൊക്കെ നമുക്ക് ഓരോ ടെക്നിക്കുണ്ട്. അതല്ല, എന്താണ് നമ്മൾ കുട്ട കെട്ടി ഇറക്കും, ബാസ്ക്കറ്റ് കെട്ടി കയറും. വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഈ തെങ്ങിൻ്റെ ലാഞ്ഞിലൊക്കെ കെട്ടി കയറിൽ കെട്ടി ഇറക്കി ബാസ്ക്കറ്റിനകത്തൊക്കെ വെച്ചിട്ട് ഞാൻ കിണറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അല്ല, എനിക്ക് സ്വയം തോന്നി ചെയ്തിട്ടുള്ളതാണ്. ഒരു നമ്മുടെ ഈ എന്തുവാണ് പച്ചക്കറിയൊക്കെ വരുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. അതിൽ നിന്ന് വെള്ളം നിൽക്കൂല, ഇങ്ങനെ ഹോൾസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള സാധനം കെട്ടിയിട്ടിട്ട് ഒരു കുറച്ച് വെയിറ്റും വെച്ചിട്ട് ഒരു വെള്ളത്തിൽ അധികം മുങ്ങിപ്പോകാതെ കിടക്കുന്ന രീതിയിൽ കെട്ടിയിട്ടാൽ ഉറപ്പായിട്ടും പാമ്പ് അതിൽ കയറിയിരിക്കും. അങ്ങനെയല്ല, ഇറങ്ങാനുള്ള ഒരു ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല, ശ്രമിച്ചില്ല. വേണമെങ്കിൽ ഞാൻ ഇറങ്ങും, എനിക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ കണ്ടു നിൽക്കുന്ന നാട്ടുകാർ ഒത്തിരി അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരില്ലേ? അത് പറയും, അത് ഉറപ്പായിട്ടും പറയും. പല രീതിയിലുള്ള അഭിപ്രായം പറയാറുണ്ട്. അപ്പം അങ്ങനെ കിട്ടും. പിന്നെ വീടിനകത്തുനിന്ന് കിട്ടും, വിറകുപുരയിൽ കിട്ടും, പിന്നെന്തുവാണ് കല്ലുകെട്ടിനിടയ്ക്ക് നിന്ന് കിട്ടും. JCB കൊണ്ടൊരു മതിൽ മുഴുവൻ ഇടിച്ചു പൊളിച്ച് എടുത്തിട്ടുണ്ട് പാമ്പിനെ, അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ JCBക്ക് അകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഞാൻ കഷ്ടപ്പെട്ടെടുത്ത ഒരു ഇതായിരുന്നു. ഇവർ ഈ JCBക്ക് ഈ വൃത്തിയാക്കുന്നതിനിടയിൽ പാമ്പ് JCBയിൽ കയറി ചുറ്റി. അത് JCB എന്ന് പറയുമ്പോൾ നമുക്ക് കാറ് പോലെയൊന്നും അല്ലല്ലോ. ഇതിന്റെ ഒരു എൻജിൻ ഭാഗങ്ങളൊന്നും നമുക്ക് അതെ 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 നമുക്ക് ഇതിനകത്ത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിക്കണം എന്ന് അങ്ങനെ ഒരു ഇതാണ്.
അപ്പോൾ അതെനിക്ക് തോന്നുന്നു അതും ഞാനൊരു ദിവസം ദൂരാശലിൽ പോയ വഴിക്കാണ്. എനിക്ക് 5 മണിക്ക് ഡ്യൂട്ടിക്ക് അവിടെ കയറണം. ഒരു 3 മണിയായപ്പോൾ എനിക്ക് ആ കോൾ വന്നു. അപ്പം JCBയിൽ ഒരു പാമ്പ് കയറി ചുറ്റി എന്ന് പറഞ്ഞപ്പോൾ പോയി എടുക്കാം എന്നുള്ള ഇതിൽ പോയതാണ്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുത്തു ആ പാമ്പിനെ ആ JCBക്ക് അകത്തു നിന്ന് എടുക്കാൻ. അയ്യോ, ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം പെരുമ്പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴുത്ത് വെച്ചത് എവിടെയെങ്കിലും ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ചാൽ മാത്രം മതി. നമ്മളെ കൊണ്ട് പറ്റൂല എടുക്കാൻ. അത്ര ബലമാണ്. അത് ഈ നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിസിക്കലി ഭയങ്കര ബലമായിരിക്കും. അപ്പോൾ പൈത്തണായാലും ചേര, റാറ്റ് സ്നേക്ക് ആയാലും അവയ്ക്കെല്ലാം ഭയങ്കര ഫിസിക്കലി ഭയങ്കര ബലമാണ്. ഈ പൈത്തണൊക്കെ മനുഷ്യനെ ചുറ്റി കൊല്ലാൻ ആരോഗ്യമുണ്ടല്ലേ? 100%. നമ്മുടെ കയ്യിലൊക്കെ ഒരു ചുറ്റിയാൽ നമ്മുടെ എല്ലൊക്കെ പപ്പടം പൊടിയും പോലെ പൊടിയും. ശ്വാസം മുട്ടി കഴുത്തിലൊക്കെ ചുറ്റിയാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വളരെ ഈസിയാണ്. പക്ഷെ അത് മനുഷ്യരെ ഉപദ്രവിക്കാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരു ഇടയ്ക്കൊരു ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഒരാൾ ഇതുപോലെ ഇച്ചിരി കഴിച്ചുകൊണ്ട് ഒരു പെരുമ്പാമ്പിനെ കയറി കഴുത്തിൽ ചുറ്റി ഉറപ്പായിട്ടും മരിച്ചു. അത് അപ്പോഴും പിന്നെ ഈ പെരുമ്പാമ്പിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് ചുറ്റി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തല വെട്ടിക്കളയണം, എന്നാലേ അത് പിടി വിടുകയുള്ളൂ. അല്ലെങ്കിൽ അത് വിടൂല. അത്ര ഭയങ്കര ബലമാണ് അതിന്. അപ്പോൾ നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുമ്പോഴും ഇതിനൊരു ചുറ്റാനൊരു അവസരം നമ്മൾ കൊടുക്കൂല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പെരുമ്പാമ്പിനെ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ നമുക്ക് കുറച്ച് മടിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം തോട്ടിലാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പൊക്കോട്ടെ എന്ന് പറയും. കാരണം വെള്ളത്തിൽ പാമ്പിന് ഭയങ്കര ശക്തിയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടൂല. പാമ്പിനെ മാത്രമല്ലാതെ മറ്റ് വന്യജീവികളെ റെസ്ക്യൂ ചെയ്യാൻ പോകാറുണ്ടോ? ഞാൻ അത്യാവശ്യം എല്ലാത്തിനെയും പിടിക്കും. എന്താണ് മുള്ളമ്പന്നി, മരപ്പട്ടി, മാന്, മയില്, കാട്ടുപന്നി, കാട്ടുപൂച്ച, പിന്നെ ആനയെ ഓടിക്കാൻ പോകാറുണ്ട്. അല്ല, എല്ലാത്തിനോടും ഉണ്ട്. രാത്രിയാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ കിണറിലെന്തോ വീണ സൗണ്ട് കേട്ടിട്ട് പോയി നോക്കിയപ്പോൾ ഒരു കരടിയാണ്. അടിയിലോട്ട് പോവാതെയൊക്കെ ഞങ്ങൾ നെറ്റൊക്കെ ഇട്ട് എല്ലാം ചെയ്തൊക്കെ വെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്തത്. മയക്കുവെടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡോക്ടർ വന്ന് മയങ്ങി വന്നപ്പോൾ കരടി കറക്റ്റ് നെറ്റിൽ വീണില്ല. ഈ നെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത് ചറുകി വെള്ളത്തിൽ പോയി. കുരങ്ങിന്റെ ഒരു കുഞ്ഞിനെ അങ്ങനെ ഞാൻ വളർത്തിയിട്ടുണ്ട്. അതിന്റെ അമ്മയച്ഛനും മരിച്ചു പോയായിരുന്നു. അപ്പൊ ഈ അച്ഛന്റെ നെഞ്ചിലാണ് ആ കുഞ്ഞിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ മരിച്ചു കിടന്നപ്പോഴും ആ കുഞ്ഞ് അതിലിരിക്കുമായിരുന്നു. തീരെ കുഞ്ഞായിരുന്നു. തീരെ കുഞ്ഞ്. ഒരു 3-4 ദിവസം ശരിക്കും അതിനെ വിടാൻ തോന്നിയില്ല. കുപ്പിയിൽ പാല് കൊടുത്ത് 1 വയസ്സ് വരെ ഞാൻ വളർത്തി. കൊണ്ട് റിലീസ് ചെയ്യാൻ നിർബന്ധിതയാവേണ്ട അവസ്ഥ ഉണ്ടായി. അത് വളരെ വേദന ഉണ്ടാക്കിയ ഒരു ദിവസമായിരിക്കുമല്ലോ അത്. പറഞ്ഞാൽ പോലും ഞാൻ കരയും. എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണോ നോക്കുന്നത് അതിലും ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും അവനെ നോക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം വാർത്തകളിൽ നിറഞ്ഞത് രാജവെമ്പാലയെ പിടിക്കുമ്പോഴാണ്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സാഹചര്യം? പേപ്പാറ പോകുന്ന റോഡിന്റെ സൈഡിലാണ് ഒരു ചെറിയൊരു അരുവിയുണ്ട്. അപ്പൊ അതില് അലക്കുകല്ലിനടുത്തായിട്ട് ഒരു ചെറിയൊരു പാറ കിടപ്പുണ്ട്. ആ പാറയുടെ പുറത്ത് ആളങ്ങനെ കിടക്കുകയാണ്. ഞാൻ ശരിക്കും അന്നാണ് ഞാൻ ലൈവായിട്ട് കാണുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ ട്വിറ്ററില് എക്സില് അദ്ദേഹം ലോകം മുഴുവൻ അറിയുന്ന മട്ടിലാണ് അത് ഇട്ടത്. ഇങ്ങനെ ഒരു തീര വനിത രാജവെമ്പാലയെ പിടിച്ചിരിക്കുന്നു. ഞാൻ എവിടെ ഇരിക്കുന്നു, അദ്ദേഹമൊക്കെ എവിടെ ഇരിക്കുന്നു. ഇനി ആരും കമന്റ് പറയണ്ട, എനിക്ക് മതി.